ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുടെ കോംപ്ലിക്കേഷനായ ഒരു അസുഖത്തെക്കുറിച്ചാണ്. അതാണ് പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ. അതായത് നമ്മുടെ ലങ്സിനെയും ശ്വാസകോശത്തെയും നമ്മുടെ ഹൃദയത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു രക്തക്കുഴലാണ് പൾമണറി ആർട്ടറി. അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്ന അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? അവ ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്രമേണ അത് ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കും. ഹാർട്ട് ഫെയിലിയർ എന്നൊരു അവസ്ഥ, നമ്മുടെ ഹൃദയം പൂർണ്ണമായും പ്രവർത്തനരഹിതമാവുന്നൊരവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ. ഹൃദയത്തിൻ്റെ പമ്പിങ് കപ്പാസിറ്റി അങ്ങേ തലക്കിലെത്തുന്ന, അതായത് വളരെയധികം ഡാമേജ് ആവുന്നൊരവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ വരാതെ നോക്കണം. അതിനു മുൻപേ പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ വരാതെ നോക്കണം. എന്താണ് ചെയ്യേണ്ടത്? പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷന് ഒരുപാട് കാരണങ്ങളുണ്ട്. പല പല അസുഖങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അതായത് ജന്മനാ ഹൃദയത്തിനുണ്ടാകുന്ന തകരാറുകൾ തൊട്ട് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് വരെ അതിന് കാരണങ്ങളാണ്. ഷിസ്റ്റോസോമിയാസിസ് വേറൊരു കാരണമാണ്. പക്ഷെ അതൊന്നുമല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഏറ്റവും കോമൺ ആയ COPD, ആസ്മ ബ്രോങ്കൈറ്റിസ്. ആസ്മ ബ്രോങ്കൈറ്റിസിനെ ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്. അവിടെ ഒബ്സ്ട്രക്ഷൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ എയർവേയിലാണ് ഒബ്സ്ട്രക്ഷൻ വരുന്നത്. അതായത് നമ്മുടെ ട്രക്കിയ, നമ്മുടെ ഈ ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, നമ്മുടെ ലങ്സ്. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, റെസ്പിറേറ്ററി സിസ്റ്റം, അതിനാണ് പ്രശ്നം സംഭവിക്കുന്നത്. ആ ക്രോണിക് ഇൻഫ്ലമേഷൻ അവിടെ നിലനിൽക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ അത് ലങ്സിൻ്റെ ഉള്ളിൽ ഉള്ള ക്രോണിക് ഇൻഫ്ലമേഷനായിട്ട് മാറും. അതായത് ലങ്സിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ ബ്രോങ്കിയോൾസ് ഒക്കെ ആയിട്ടും വിഭജിക്കുന്നുണ്ട്. ലങ്സിൻ്റെ സ്ട്രക്ചർ നിങ്ങളിതിൽ നോക്കുക. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ചെറിയ ചെറിയ ബ്രോങ്കിയോൾസിൻ്റെ ഉള്ളിൽ പോലും ഇൻഫ്ലമേഷൻ വരും. അപ്പോൾ അത് പെട്ടെന്ന് ആസ്മ വഷളാവുന്ന സമയത്ത് നമ്മൾക്ക് ഹോസ്പിറ്റലൈസേഷനും ഒക്കെ വേണ്ടി വരുന്നൊരു ഘട്ടമാവും അത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ക്രമേണ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അതായത് ആസ്മ നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹൃദയവും നമ്മുടെ ശ്വാസകോശവും തമ്മിൽ കണക്ട് ചെയ്യുന്ന രക്തക്കുഴലാണ് പൾമണറി ആർട്ടറി. അതിൻ്റെ ഉള്ളിലുള്ള മസ്കുലേച്ചർ, അതിൻ്റെ മസിൽസിന് ഹൈപ്പർട്രോഫി സംഭവിക്കും, വികാസം സംഭവിച്ച് കട്ടി കൂടും. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ രക്തക്കുഴലിലും മസിലുണ്ട്. അപ്പോൾ ആ മസിൽ കട്ടി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള രക്തത്തിൻ്റെ ഫ്ലോ കുറയും. അപ്പോൾ ഒരു നാരോയിങ് സംഭവിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഹൃദയത്തിനെയും ലങ്സിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു രക്തക്കുഴൽ നാരോയിങ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഹൃദയത്തിൻ്റെ മുകളിൽ സ്ട്രെയിൻ വരും. പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ വലതു ഭാഗത്ത് സ്ട്രെയിൻ വരും. റൈറ്റ് വെൻട്രിക്കുലാർ സ്ട്രെയിൻ എന്നാണ് നമ്മളതിന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ക്രമേണ റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫിയിലേക്ക് പോകും. അതായത് ആ ഹൃദയത്തിൻ്റെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ മസിലും ഇങ്ങനെ വികസിച്ച് കട്ടി കൂടും. ക്രമേണ ഈ റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി എത്തുന്നത് എങ്ങോട്ടാണ്? ഹാർട്ട് ഫെയിലിയറിലേക്കാണ്. അപ്പോൾ അത് തടയുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. പൾമണറി ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുവാൻ നമ്മൾ ആസ്മ ശരിക്കും മാനേജ് ചെയ്യണം. ആസ്മയ്ക്ക് റെഗുലറായിട്ട് മരുന്ന് കഴിക്കണം. ഇൻഹേലർ എടുക്കുന്നവർ അത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് തെറാപ്പി എടുക്കുന്നവർ അത് ചെയ്ത് ആസ്മ നിയന്ത്രണ വിധേയമാക്കണം എങ്ങനെയെങ്കിലും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആസ്മ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ ആസ്മ വരാൻ കാരണം? എന്താണ് അതിനുള്ള ട്രിഗർ? നമ്മളിപ്പോൾ അലർജിക് ആസ്മ പറയുകയാണെങ്കിൽ അതിന് ഡസ്റ്റ് ഒരു കമ്പോണൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് എലിമെൻറ്റ്സ് ഉണ്ട് അതിന്, ഫുഡ് അലർജി, അങ്ങനെ പലതും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ COPD വിഭാഗത്തിൽപ്പെട്ടതിന് അലർജി അല്ല കാരണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇൻട്രിൻസിക് ആസ്മ എന്ന കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണ്. അതൊരു ജനറ്റിക് കമ്പോണൻ്റ് അതിനുണ്ട്, പാരമ്പര്യ ഘടകം അതിനുണ്ട്. അതുകൂടാതെ നമ്മുടെ എൻവയൺമെൻറ്റ് അതിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ചില പ്രത്യേക കാലാവസ്ഥയിൽ, ചില പ്രത്യേക പുവർ എയർ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഇത് വഷളാവുന്നുണ്ട്. പിന്നെ പ്രത്യേക ഗന്ധങ്ങൾ, ഓഡേഴ്സ്, അതായത് നമ്മൾ ചില സ്മോക്ക്, അങ്ങനെയല്ല, ഓട്ടോമൊബൈൽ സ്മോക്ക്, അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിൽ നിന്ന് പോലും വരുന്ന ചില നല്ലതും ചീത്തതുമായിട്ടുള്ള ദുർഗന്ധങ്ങളാവും. അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗന്ധങ്ങൾ, ഇതൊക്കെ ഒരു ബ്രോങ്കിയൽ നാരോയിങ്, എയർവേ നാരോയിങ് ഉണ്ടാക്കുന്നുണ്ട്. പല പേഷ്യൻസും നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. ഞാനത് വ്യക്തമായിട്ട് പരിശോധിച്ച് നോക്കി, ഇത് ഉള്ള കാര്യമാണോ? അതെ, പല പേഷ്യൻസിലും ഈ ഒരു സിംറ്റം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്. എയർവേ നാരോയിങ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എൻവയൺമെൻറ്റൽ സ്റ്റിമുലയോട് വളരെയധികം പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ശ്വാസകോശ വ്യവസ്ഥ.
അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം ഒരു സാഹചര്യത്തിനോട് എക്സ്പോസ്ഡ് ആവാതെ നോക്കണം. അതായത് പ്രത്യേകിച്ച് COPD വഷളായിട്ടുള്ളൊരു പേഷ്യൻറ്റ് ഒരുപാട് ഓട്ടോമൊബൈൽ സ്മോക്കൊക്കെ വരുന്ന റോഡുകളിൽ, അതായത് വളരെ പൊല്യൂട്ടഡ് ആയുള്ള സ്ഥലങ്ങളിൽ, വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ദുർഗന്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാതിരിക്കുക. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ഇത് സ്മെല്ല് വരുന്ന സമയത്ത് തന്നെ അവർക്ക് നാരോയിങ് ബ്രോങ്കിയൽ സ്പാസം വരും. രണ്ടാമത്തെ കാര്യം, അത് അവിടെയുള്ള ഇൻഫെക്ഷൻസ് അലർജി ട്രിഗർ ചെയ്യും. അപ്പോൾ വീണ്ടും നാരോയിങ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ മറ്റ് ഇൻഫെക്ഷൻസ് തടയാം. അതായത് ഇത്തരം രോഗികളിൽ ഒരു അക്യൂട്ട് എക്സസർബേഷൻ ഓഫ് ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ്, അതായത് പെട്ടെന്ന് അതിൻ്റെ ഒരു ആധിക്യം വരിക, വലിവിൻ്റെ ഒരു ആധിക്യം വരിക, അതിനെയാണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് നെയിം കൊടുത്തിരിക്കുന്നത്, അക്യൂട്ട് എക്സസർബേഷൻ ഓഫ് ആസ്മ. പെട്ടെന്ന് അതിൻ്റെ ആധിക്യം വരുന്നത് തടയണം. അത് തടയാൻ നമ്മൾ ഇൻഫെക്ഷൻ തടയണം. ഏതെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വരുമ്പം ഈ ആസ്മ വഷളാവും, അൺകൺട്രോളബിൾ ആവും. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ വരേണ്ട ഒരവസ്ഥയാണത്. അപ്പം അത് തടയണം. അത് 3ാമത്തെ കാര്യം. പിന്നെ 4ാമത്തെ കാര്യം, അങ്ങനെയുള്ളവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അവർ പുറത്ത് പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവരുമായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഇടപെടുമ്പോൾ അവർ ഇൻഫെക്ഷൻ ഉള്ള ആളുകളൊക്കെ അവരിൽ നിന്ന് വിട്ടു നിൽക്കണം, നന്നായിരിക്കും, അവരുടെ അസുഖം മാറണ വരെ. അതുപോലെ നമ്മൾ എപ്പിഡമിക്കൊക്കെ പുറത്തുള്ള സമയത്ത് പുറത്ത് പോകുന്നവർ ഇവരുമായി കുറച്ച് അകലം, അതായത് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ ആരോഗ്യസ്ഥിതിയാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കുറച്ച് ദൂരെ നിന്നാണെങ്കിലും സംസാരിക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ഒരു COPDയുടെ എക്സസർബേഷൻ അഥവാ ആധിക്യം ഒഴിവാക്കാൻ സാധിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥ പലരിലും പല തോതിലാണ്. ചിലർ ICU അഡ്മിഷൻ വരുന്ന ഒരു കേസാണ് പലർക്കും. പെട്ടെന്ന് ഓക്സിജൻ സാച്ചുറേഷൻ കുറയും, SpO2 ഡൗൺ ആവും. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രിക്കോഷൻസ് എടുക്കണം. അതായത് ആസ്മയും അലർജിയൊക്കെ ഉള്ള ആളുകൾ ഓക്സിജൻ എന്തായാലും 94 താഴേക്ക് 90 ഒക്കെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ അഡ്മിഷൻ വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഞാനിത് പറഞ്ഞത് ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ 2ാമത്തെ കാര്യം, ആസ്മ അലർജി അതിൻ്റെ കോംപ്ലിക്കേഷൻസ് തടയാം. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഇത്, പൾമണറി ഹൈപ്പർ ടെൻഷൻ. ക്രമേണ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലല്ലെങ്കിൽ ഈ ഒരു നാരോയിങ് വരാം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള രോഗികൾക്ക് ഒരു ചിട്ടയായ ജീവിത രീതി എന്തായാലും കൊടുക്കണം. അതായത് അവർ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസ് ആദ്യം ചെയ്യണം. അതുകൂടാതെ വാക്കിംഗ് പോലുള്ള പ്രോഗ്രസീവ് വാക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ നടക്കുന്ന പോലെ വളരെ സ്പീഡിൽ നടക്കാൻ ഒരിക്കലും COPD ക്രോണിക് ആയുള്ള ഒരാൾക്ക് സാധിക്കില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എക്സേഷണൽ ഡിസ്നിയ വരും. അതായത് പെട്ടെന്ന് ശ്വാസം മുട്ടും ഒത്തിരി നടക്കുമ്പോഴേക്കും. അപ്പോൾ അവരോട് ആ സ്പീഡിൽ നടക്കാൻ ഒരിക്കലും പറയരുത്. അപ്പോൾ എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് എക്സസൈസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് സ്ട്രെച്ചസ് ശീലിപ്പിക്കുക. ചെറുതായിട്ട് കൈകൾ മുന്നോട്ടും ബാക്കോട്ടും ചലിപ്പിച്ചുകൊണ്ടുള്ള സ്ട്രെച്ചസ്. അതുപോലെ കാലുകൾ സ്ട്രെച്ച് ചെയ്യുക. നമ്മളുടെ ആംഗിളിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യില്ലേ, മേലോട്ട് സാധനങ്ങൾ എടുക്കാനുള്ള, അങ്ങനെ ഒരു കൈ എവിടെയെങ്കിലും പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെയുള്ള എക്സസൈസസ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്. സ്ട്രെയിൻ എടുക്കാതെ വേണം പ്രാണായാമ ചെയ്യാൻ. അല്ലെങ്കിലും അങ്ങനെയാണത് ചെയ്യേണ്ടത്. പലരും ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് ശ്വാസം മുകളിലോട്ട് വലിക്കുന്നത് കാണാം. അങ്ങനെയല്ല പ്രാണായാമ ചെയ്യേണ്ടത്. പ്രാണായാമ നല്ലൊരു എക്സസൈസാണ്, ഒരു ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ അത് വളരെ സ്ലോലി, വളരെ ശാന്തമായി റിലാക്സ് ചെയ്തിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കൊണ്ടൊരു ഗുണം ഉണ്ടാകും. കാരണം ലങ്സിൻ്റെ മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കാനാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓക്സിജനേഷൻ, ബ്രെയിനിൻ്റെ ഓക്സിജനേഷന് സഹായിക്കും. പിന്നെ അത് ജനറലി മെൻ്റൽ കാംനെസ് കൊണ്ടുതരും. അതായത് നമ്മൾക്ക് ഈ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നോക്കിയാൽ അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം നമ്മളെ ജെനറ്റിക്സിന് അപ്പുറത്ത് ഒന്നും പറയാൻ സാധിക്കില്ല. ഈ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ അതിനെ ട്രിഗേഴ്സ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് ഒരു എക്സൈറ്റിംഗ് കോസാണ്, പെട്ടെന്നുള്ള കാരണമാണ്. അത് ജസ്റ്റ് നമുക്കൊരു പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇതിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അതല്ല അതിൻ്റെ ആത്യന്തിക കാരണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള രോഗികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ചെറിയ തോതിലെങ്കിലും ഉള്ള ആളുകൾ അത് വഷളാവാതെ നോക്കുവാൻ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യും, ഓവർ സ്ട്രെസ് കുറയ്ക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഡയറ്റ് വളരെ ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു ഡയറ്റാണ്
നമ്മൾക്ക് ഇതിൽ ഈ ആസ്മ രോഗികൾക്ക് കൊടുക്കേണ്ടത്. ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, അതായത് സ്റ്റൊമക്ക് ഇങ്ങനെ ഫുള്ളാവുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ബാലൻസ്ഡ് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില വസ്തുക്കൾ അലർജി ട്രിഗർ ചെയ്യും. അലർജി ട്രിഗർ ആയാലും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തും. കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം അലർജി അല്ലെങ്കിൽ പോലും ഇത്തരം രോഗികളിൽ ചെറിയ ഒരു അലർജി മറ്റ് കാരണം, ഇപ്പോൾ ഇൻഫെക്ഷൻ ഒരു അലർജി ട്രിഗർ ചെയ്യുന്നൊരു വസ്തുവാണ്. അതായത് ശരീരത്തിലെ ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് ഞാൻ അലർജി എന്ന് ഉദ്ദേശിച്ചത് ഈ കാര്യത്തിൽ. അപ്പോൾ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഹൈപ്പർ ആയിട്ട് വരുന്ന ഒരു സമയത്ത് ശ്വാസം മുട്ടൽ വരും, അവർക്ക് ബ്രോങ്കിയൽ നാരോയിങ് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ഇങ്ങനെയൊരു ട്രിഗർ വരാതെ നോക്കുക. അതായത് അവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഭക്ഷണം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൊടുക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, പലരിലും ഈ ഗ്രേപ്സ് കഴിച്ചാൽ അലർജി വരുന്നത് കാണാം. അത് എത്രത്തോളം വൈദ്യശാസ്ത്രം അംഗീകരിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ റിസർച്ച് ഫൈൻഡിങ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകളിൽ ഗ്രേപ്സ് കഴിച്ചു കഴിഞ്ഞൊക്കെയാണെങ്കിൽ അലർജി വരും. അതായത് ഗ്രേപ്സ് ന്യൂട്രീഷ്യസ് ആണ്, ഒരു സംശയവുമില്ല. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്കൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ അസുഖമുള്ള ആളുകൾ അത് കഴിക്കുമ്പം അവർക്ക് ബ്രോങ്കിയൽ നാരോയിങ് സംഭവിക്കാം, അതുപോലെ തന്നെ എയർവേയിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കാം. അങ്ങനെ ഒരു ചെറിയ തോതിൽ തൊട്ട് വലിയ തോതിൽ വരെ, അത് ഓരോരുത്തരുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം എന്ന് നോക്കണം. കാരണം അത് ഒരു പ്യുവർ അലർജിക് ആസ്മ ആവണം എന്നില്ല. അതല്ലാത്ത ആസ്മ, ലേറ്റ് ഓൺസെറ്റ് ആസ്മ, അതായത് ഒരു 40-50 വയസ്സിലൊക്കെ തുടങ്ങുന്ന ആസ്മകളുണ്ട്. അങ്ങനത്തെ ആസ്മ നമ്മൾ അലർജിക് ആസ്മയിലല്ല കാറ്റഗറൈസ് ചെയ്യുന്നത്, ഇൻട്രിൻസിക് വെറൈറ്റി തന്നെയാണത്. അപ്പോൾ അത് ആണെങ്കിൽ പോലും പലരിലും അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സ്, ചില ചോക്ലേറ്റ്സ്, വൈറ്റ് ചോക്ലേറ്റ്സ്, ചിലരിൽ ഡാർക്ക് ചോക്ലേറ്റ്, ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ് അത്തരം സാധനങ്ങളോടുള്ള എക്സ്പോഷർ കുറയ്ക്കാം. ഇതിൽ മെയിൻലി ഡയറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എക്സ്പോഷർ. നമ്മൾ ഏത് പുവർ എയർ ക്വാളിറ്റി ആണെങ്കിൽ അവിടുന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ രോഗി ഇടപഴകുന്ന ഒരു സാഹചര്യം വളരെ നല്ല ഒരു അന്തരീക്ഷമാക്കി നമ്മൾ മാറ്റിയെടുക്കണം. അതായത് അവരെ കൊണ്ടുപോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത്, ഒരുപാട് ഇൻഫെക്ഷൻ പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടുപോകരുത്, ഒരുപാട് സ്മോക്കുള്ള ഏരിയയിൽ കൊണ്ടുപോകരുത്. പിന്നെ ഇവരെ കിച്ചണിലാണെങ്കിൽ പോലും ഇങ്ങനെ വളരെ സ്മോക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള ജോലികളൊന്നും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എയർവേ നാരോയിങ് ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ. ഇൻഫെക്ഷൻ തടയാൻ ശ്രമിക്കുക. ഇൻഫെക്ഷൻ ഒരു എപ്പിഡമിക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് കുറയ്ക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു അസുഖം കൂടുന്നത് തടയാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു എക്സസർബേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പേഷ്യൻ്റ് ഹോസ്പിറ്റലാവുന്ന അവസ്ഥ അത് തടയാൻ സാധിക്കും. അത് തടയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ വരുന്നതും തടയാൻ സാധിക്കും, ഹാർട്ട് ഫെയിലിയർ വരുന്നതും തടയാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ല, നമ്മൾ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ട് അവർക്ക് ഹാർട്ട് ഫെയിലിയർ വരികയും വളരെയധികം ആളുകൾ വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ആസ്മ പേഷ്യൻസിന് ഡെത്ത് വരുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പലരും അതിനെക്കുറിച്ച് അവെയറാണ്. ഈ ഒരു കാര്യം അവർക്ക് അറിയില്ലെങ്കിൽ പോലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആസ്മ പ്രോപ്പർലി മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആസ്മയാണ് അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ആണോ, ഇതൊക്കെ പ്രത്യേകിച്ച് തിരിച്ചറിഞ്ഞ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ തന്നെ പൾമണറി എക്സസൈസ് കൂടാതെ നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ്, പ്രോഗ്രസീവ് വാക്കിംഗ് അത് ചെയ്യണം. പിന്നെ ചെറിയ സ്ട്രെച്ചസ് ചെയ്യുക, ഡയറ്റ്സ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ജീവിതത്തിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമ്മൾക്കൊരു തെറാപ്പി കൊണ്ട്, അതായത് മെഡിസിൻ കൊണ്ട് മാത്രം മാറ്റാവുന്ന ഒരു അവസ്ഥയല്ലേ ഇത്. നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത് അങ്ങനെ ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ആസ്മ അറ്റാക്ക് വരുന്നത് തടയാൻ പറ്റും. ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും തുടക്കത്തിലെ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്കും ആസ്മ റിപ്പീറ്റഡായി വന്ന് ഒരു അഡ്മിഷൻ, ഹോസ്പിറ്റൽ അഡ്മിഷൻ, ICU അഡ്മിഷൻ എടുക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ തടയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അത് എക്സ്പോഷർ കുറയ്ക്കുക, പിന്നെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റീവ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണെങ്കിൽ പൾമണറി ഹൈപ്പർടെൻഷൻ വരുന്നത് തടയാൻ സാധിക്കും. കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്.